സിഡ്നി ബോണ്ടി ബീച്ച് വെടിവെപ്പിൽ അന്വേഷണം ഇന്ത്യയിലേക്കും. അക്രമികൾ ഒരാളായ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശി എന്ന് വിശദീകരണം. ISIൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭീകരാക്രമണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ ബന്ധുക്കൾക്ക് ഇയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കണം. അജയ്, വലിയ അക്രമ സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇയാൾ ഇന്ത്യ ബന്ധമുണ്ട്, പക്ഷേ മാതാപിതാക്കളുമായി വലിയ അടുപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഇയാളുടെ ഇന്ത്യ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടത്? ഇന്ത്യയിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരാളാണോ? രഞ്ജിത്ത്, ഇയാൾ 1998 അതായത് 3 പതിറ്റാണ്ട് മുൻപേ ഓസ്ട്രേലിയയിലെത്തിയ ഒരാളായിരുന്നു. ഇയാൾ ഓസ്ട്രേലിയയിലെത്തി അവിടെ ഒരു ഓസ്ട്രേലിയൻ സ്വദേശിയെ വിവാഹം കഴിച്ച് ഇയാളുടെ മക്കളും ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഓസ്ട്രേലിയക്കാരനായിട്ട് ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഈ സാജിദ് അക്രം എന്ന് പറയുന്നയാൾ. എന്നാൽ ഇയാൾ തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് അത് ഇതുവരെയും റദ്ദാക്കിയിരുന്നില്ല. ഈ 1998 ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം കേവലം 6 തവണ മാത്രമാണ് അയാൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിലുള്ള സിഡ്നി പോലീസ് ഇന്ത്യൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യൻ പോലീസ് നിലവിൽ ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തെലങ്കാന DGP പറയുന്നതനുസരിച്ച് ഇയാൾ കുടുംബവുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അടുപ്പമില്ലായിരുന്നു. കുടുംബവുമായി നിരവധി തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. 2017 ഇയാളുടെ പിതാവ് മരണപ്പെട്ടു. ആ സമയത്ത് പോലും ഇയാൾ മരണത്തിനോ അതുപോലെ മരണാനന്തര ചടങ്ങുകൾക്കോ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല. 2022 ഇയാൾ അവസാനമായിട്ട് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇയാളെപ്പറ്റി വളരെ പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ആളെക്കുറിച്ച്. ഇയാൾ 50കാരനായിട്ടുള്ള വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയയിൽ തന്നെ ജീവിച്ചു വന്നിരുന്ന ഒരാളാണ്. ഇയാൾക്ക് 5 ലൈസൻസ്ഡ് തോക്കുണ്ടായിരുന്നതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇയാൾ തീവ്രവാദ. സാജിദ് അക്രമും മകൻ നവീദും ചേർന്നാണല്ലോ അജയ് ഈ ആക്രമണം നടത്തിയത്. ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയഗതിയുള്ള ആളുകളാണ്. ഇവർ എവിടെ നിന്നാണ് ഇത്തരം പരിശീലനങ്ങളോ കിട്ടിയത്? ഇന്ത്യ വിട്ടതിന് ശേഷം ഓസ്ട്രേലിയയിൽ മാത്രമായിരുന്നു ഇവരുടെ ജീവിതം. മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സന്ദർശനം നടത്തുകയോ അവരുടെ പരിശീലനമോ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, ഇവർ ഇപ്പോൾ അടുത്തിടെ ഈ നവംബർ 1 ഫിലിപ്പീൻസിലോട്ട് ഈ സാജിദ് അക്രവും മകനായിട്ടുള്ള നവീദ് അക്രവും ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ഈ ഫിലിപ്പീൻസിലോട്ട് ഇവർ നവംബർ 1 യാത്ര നടത്തി. അതിനുശേഷം നവംബർ 28 തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്നു എന്നാണ് പാസ്പോർട്ട് രേഖകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാജിദ് അക്രം തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഈ ഫിലിപ്പീൻസ് യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മകൻ നവീദ് അക്രം അയാളുടെ ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുവരും ഫിലിപ്പീൻസിൽ പോയി ഇത്രയധികം ഏതാണ്ട് 1 മാസത്തോളം 27 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 27 ദിവസം ഫിലിപ്പീൻസിൽ ചെലവഴിച്ചു. അപ്പോൾ ഈ ഫിലിപ്പീൻസിൽ ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഇവർ ഫിലിപ്പീൻസിലേക്ക് പോയത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകനായിട്ടുള്ള നവീദ് അക്രം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് വിവരം. ഈ സാജിദ് അക്രം പോലീസിന്റെ വെടിവെപ്പിൽ അപ്പോൾ തന്നെ ഈ ബോണ്ടി ബീച്ചിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം മകൻ പോലീസിന്റെ വെടിവെപ്പിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇയാൾ കോമയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് ചെറുതായിട്ട് കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് അയാളുമായിട്ട് സംസാരിക്കാൻ കഴിയും, ഇന്ന് മൊഴിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇയാളുടെ ഈ നവീദ് അക്രത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇവർ ഫിലിപ്പീൻസിലേക്ക് എന്തിന് യാത്ര നടത്തി, എന്തായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം, ഈ ആക്രമണത്തിന് വേണ്ട പരിശീലനവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചോദനം ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ എവിടെ നിന്നാണ് എന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ മകനിൽ നിന്ന്, ഈ നവീദ് അക്രത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് പോലീസ് നിലവിൽ. 27 വർഷം മുൻപാണ് വിദ്യാർത്ഥി വിസയിൽ ഇയാൾ ഹൈദരാബാദിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയത് എന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. 1998 ഇവർ ഓസ്ട്രേലിയയിൽ കുടിയേറി. തുടർന്ന് യൂറോപ്യൻ വംശജയായ വെനേര ഗ്രോസോ എന്ന ആളെ വിവാഹം കഴിക്കുന്നു. 2 മക്കളുണ്ട്. സാജിദിന് ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 27 വർഷത്തിനിടയിൽ 6 തവണ ഇയാൾ ഇന്ത്യയിൽ വന്നുപോയി. കാരണം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കൾ സന്ദർശിക്കാനും മറ്റുമാണ് ഇയാൾ വന്നുപോയത്. പക്ഷേ അപ്പോഴും പരിമിതമായ ഒരു ബന്ധം മാത്രമാണ്. ഇതിൻ്റെ ഒരു ഈ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, ഇവരുടെ മറ്റു കുടുംബാംഗങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമല്ലോ അജയ്. 2 മക്കളുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിൽ ഒരു മകൻ
ഇയാളുമായി ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയത്തിൽ ആശ്രയിച്ച് ഈ വെടിവെപ്പിൻ്റെ ഭാഗമായി രണ്ടാമത്തെ മകൻ, ഭാര്യ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇയാൾക്ക് മറ്റാരെങ്കിലും ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഗൺ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഓസ്ട്രേലിയൻ നിയമങ്ങൾ കർശനമാക്കിയാണ് ഈ പ്രശ്നത്തിന് ശേഷം. കാരണം ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ഒരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്, സംശയമില്ല. സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് വ്യാപകമായ ഒരു അന്വേഷണം കുടുംബാംഗങ്ങളെക്കുറിച്ച്, ഇയാളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച്, ഇയാളുടെ ആശയത്തിൽ ആകൃഷ്ടരായി മറ്റാരെങ്കിലും ഇപ്പോഴും ഓസ്ട്രേലിയയിൽ തുടരുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അത്തരം വ്യാപകമായി തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് കരുതാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ പോലീസ് ഇതിൽ വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ മൂത്ത മകനാണ് ഈ നവീദ് അക്രം. അയാളാണ് നിലവിലെ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇനി അയാൾക്ക് ഓസ്ട്രേലിയയിലുള്ള ബന്ധുക്കളെന്ന് പറയുന്നത് ഒരു മകൾ, ഇളയ മകളും അതുപോലെ തന്നെ ഭാര്യയുമാണ്. ഇരുവരെയും സംബന്ധിച്ചുള്ള ഇരുവരെയും ചോദ്യം ചെയ്തു പോലീസ്. എന്നാൽ ഈ ഇരുവരുടെയും ഈ ഇസ്ലാമിക് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഇവർക്ക് മറ്റ് അറിവുകളും ഒന്നും ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇവർ റഡാറിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ അന്വേഷിച്ച് ഒരു സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലെ കൊമേഴ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ബിരുദം പൂർത്തിയാക്കിയത്. കൊമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ സാജിദ് തൊഴിൽ അന്വേഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഒരു സാധാരണ നമ്മുടെ ഇന്ത്യയിലുള്ള നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പോലെ അവിടേക്ക് കുടിയേറി അവിടെ ഒരു സ്ഥിരതാമസക്കാരനാക്കിയെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ടും പൗരത്വവും റദ്ദാക്കാതെയാണ് അയാളത് തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇന്ത്യയിലേക്ക് ഇയാളെ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്നാൽ ബന്ധുക്കൾക്ക് ഇടയിൽ ഇയാൾ അങ്ങനെ മറ്റ് ഒരു പോപ്പുലറായിട്ടുള്ള ആളല്ല. മറ്റ് ഇവിടെയുള്ള നിലവിൽ അയാളെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് ഇയാളുമായി അധികം ബന്ധമില്ല. കൂടുതൽ ഇവരുമായിട്ട് വഴക്കിട്ട് പിരിയുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ അന്വേഷണം ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. ഇനി പ്രധാനമായിട്ടും അന്വേഷണം നടത്താനുള്ളത് ഫിലിപ്പീൻസിലോട്ടാണ്. ഇയാളുടെ ഫിലിപ്പീൻസ് യാത്ര എന്തിനായിരുന്നു? അവിടെ നിന്നാണോ ഇത് സംബന്ധിച്ചുള്ള ആയുധ പരിശീലനം? 5 തോക്കുകളാണ് ഈ പറയുന്ന സാജിദ് അക്രത്തിന് മാത്രമായിട്ട്, അതും സർക്കാർ ലൈസൻസ് നൽകിയ 5 തോക്കുകൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. ഇനി അൺഓതറൈസ്ഡ് ആയിട്ട് എത്ര ആയുധങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം എല്ലാം നടത്തേണ്ടതുണ്ട്. അമേരിക്കയെ പോലെ തന്നെ ഈ തോക്ക് കൈവശം വയ്ക്കുന്നതിനും അതിൻ്റെ ലൈസൻസ് സ്വന്തമാക്കുന്നതിനും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിരവധി ആക്രമണങ്ങൾ ഇപ്പോഴും അടുത്തിടെ തന്നെ വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം അവിടെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ട് പോലും ഈ തോക്ക് ലൈസൻസ് സംബന്ധിച്ചുള്ള നിയമങ്ങൾ അവിടെ ഈ കർശനമാക്കിയിരുന്നില്ല. അവിടെ നിരവധി ഗൺ മാഫിയകളുമായിട്ട് ഉള്ള അതിൻ്റെ പ്രഷറെല്ലാം ഇക്കാര്യത്തിൽ ഉള്ളതായിട്ട് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഓസ്ട്രേലിയ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിൽ ഓസ്ട്രേലിയയെ പിടിച്ചു കുലുക്കിയ ഒരു ആക്രമണം തന്നെയാണ് ഈ സിഡ്നിയിൽ നടന്നത്. തീർച്ചയായും അത് ഇന്ത്യൻ ബന്ധം ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളത്. ഇന്ത്യൻ ബന്ധമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണ് ഇയാൾ. ഹൈദരാബാദ് സ്വദേശിയാണ്. ഇയാൾ 28 വർഷത്തിന് മുൻപ് കുടിയേറി പാർത്ത ഒരാളാണ്. പിന്നീട് ഇന്ത്യയുമായി കാര്യമായ ബന്ധമൊന്നുമില്ല. 6 തവണ വന്നു പോയിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളിൽ ആകർഷനായാണ് ഇത്തരം സംഭവങ്ങൾ. ഭീതി പരത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടു. മകൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.